ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. 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 ഓം നമഃ ശിവായ. ഭസ്മം കൃത്യ അതങ്ങ് മൂടി എല്ലാം ഇയാൾ കഴിയുമ്പോഴേക്കും മനസ്സെവിടെയോ കൈലാസേറി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി ആ ശർക്കര പറ നടത്തോളൂ. നടക്കണവരെ ദമ്പതികൾ നടക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ശർക്കരപ്പറ കുടുംബൈക്യം, ദാമ്പത്യത്തിൻ്റെ ആ ശരിയായ ചേരല്, സൽസന്താനങ്ങൾ ഉണ്ടാവുക, ഉള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി, ഇങ്ങനെ കുടുംബത്തിലേക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങൾ വേണോ അത് മുഴുവൻ മഹാദേവൻ നൽകുന്നു എന്ന ആ സങ്കല്പത്തിൽ തന്നെയാണ് രുദ്രഗീതത്തിന്റെ സമർപ്പണം. ഇനി ആ ഭഗവാന്റെ സ്വരൂപ വർണ്ണനയാണ്. ദർശനം നോദക്ഷൂണം ദേവി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനം സർവേന്ദ്രിയഗുണഞ്ജനം സ്നിഗ്ധപ്രാവൻ ഘനശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം സർവായത ചതുർഭാഗം സുജാത രുചിരാനനം പത്തകോശപലാസാക്ഷം സുന്ദരഭ്രോസുനാസികം സുദ്യുജം സുഖപോലാസ്യം സമകർണവിഭൂഷണം പ്രീതി പ്രഹസിതാഭംഗം അളകൈരുപശോഭിതം രസത് പങ്കജകിഞ്ചൽ കതുകൂലം മൃഷ്ടകുണ്ടലം സ്ഫുരൽ കിരീട വലയഹാരനൂപുരമേഖലം സംഘചക്രഗജാപത്മ മാലാമന്യുക്തമദ്ധിമൽ സിംഹസ്കന്ദത്യുഷോ ബിഭ്രൽ സൗഭഗഗ്രീവകൗസ്തുഭം ശിയാരവായന്യാക്ഷിപ്ത നിഗഭാസ്നോരസോല്ലസൽ പൂരരേജകസംവിഘ്ന വലിവൽഗുജലോദരം പ്രതിസംഗോമയദ്വിശ്വം നാഭ്യാവർത്തകവീരയ ശ്യാമസോണ്യതിരോജിഷ്ണു ദുഗൂരസ്വർണമേഖലം സമജാർവസിംഹജംഗോരു നിഷ്ണജാരു സുദർശനം. ഈ ഭഗവാന്റെ പാതാരവിന്ദത്തിനെ കുറിച്ച് മഹാദേവൻ പറഞ്ഞു കൊടുക്കുക. പ്രജേതസുകളെ, ആ പാതാരവിന്ദത്തിനെ നമസ്കരിച്ചോളൂട്ടോ. ആ പാതാരവിന്ദത്തിനെ നമസ്കരിക്കുമ്പോൾ എല്ലാ അത്യാരങ്ങളും നീങ്ങിക്കിട്ടേ. പദാ ശരപത്മപദാസരോജിഷ നഖദ്യുഗം കന്ദരഖംബിതന്വദ പദർശയ ശ്രീയമവസ്തസദ്ഭസം പദം ഗുരോ മാർഗഗുരു സമോജുഷാം. കുട്ടികളെ, ഈ രൂപത്തിനെ, ഞാൻ ഈ ചൊല്ലിത്തന്ന രൂപത്തിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തന്ന മന്ത്രത്തിനെ നിങ്ങൾ ഉപാസിച്ചോളൂ. ജീവിതത്തിലെ ആ സ്വാസ്ഥ്യം, മനസ്സിന് അചഞ്ചലമായ ഭാവം, ആ ജീവിതത്തിൽ എന്ത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് മുഴുവൻ തരാൻ ഞാനും ഗുരുവായൂരപ്പനും നിന്റെ കൂടെ ഉണ്ടോ. ഓം നമോ നാരായണായ. ഓം നമഃശിവായ ജപിക്കുക. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. രുദ്രഗീതം കഴിയുമ്പോഴേക്ക് കൈലാസത്തിലറിഞ്ഞെ പോലെ എന്നാ പറയാൻ കഴിയും. ശരിക്കും അതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ കൈലാസത്തിലേക്കൊന്നും പൈസ കൊണ്ട് ചിലവാക്കി പോകണ്ട, ഭാഗവതം പഠിച്ചാൽ മതി എന്നാ പറയാ. കൈലാസത്തിനായിട്ട് എത്തിയിട്ട് ആൾക്കാർക്ക് എത്താൻ പറ്റില്ല ഇവിടേക്ക്. പക്ഷേ രുദ്രഗീതം പഠിച്ചാൽ കൈലാസത്തിൽ ഒരുമിച്ച് യാത്ര കഴിഞ്ഞ് പറഞ്ഞേ എന്താ വ്യാസ അങ്ങ് ചെയ്ത ഉപകാരം അതാ നിങ്ങൾ ഓർക്കപ്പളേ. വ്യാസം ചെയ്ത ഉപകാരം ഇതില്ലെങ്കിൽ എത്ര പൈസ ഞങ്ങളിറക്കി പോകാറില്ല. ഈ വായിച്ചുകൊണ്ട് സപ്താഹത്തിന് ഇങ്ങനെ നടന്നു. കാരണം ഇതിങ്ങനെ വർണ്ണിക്കുമ്പോൾ മനസ്സിങ്ങനെ പൂർണ്ണാവേ. വൈകുണ്ടോ കൈലാസവും ഒക്കെ ആ സദാസമയവും ഹൃദയത്തിലെങ്ങനെ തിളങ്ങും. അങ്ങനെ തിളങ്ങി പിന്നെ പോണത് ആ ഭാവത്തിനെ മനസ്സിലടിച്ചുകൊണ്ട് ബാക്കിയായിട്ട് വായിച്ച്
ഭഗവത്പാദത്തിലാണ് ഭവാൻ ഏതദ്രൂപമനുധ്യേയം ആത്മശുദ്ധിമപേക്ഷതാം യൽ ഭക്തിമോ യോഗോഭയത സ്വധർമ്മമനുതിഷ്ഠത ഭവൻ ഭക്തിമതോ ലഭ്യോ ദുർലഭ സർവദേകിലാം സ്വരജ്യസ്യാപ്യവത ഏകാന്തേനാത്മവിദ്യതി തം ദുരാരാധ്യമാരാധ്യ സ്വധാമവിദുരാവയാ ഏകാന്ത ഭക്ത്യാകോ വാഞ്ചേൽ പാദമൂലം വിനാവഹി യത്ര നിർവിഷ്ടവരണം കൃതാന്തോനാഭിമന്യതേ വിശ്വം വിധ്വംസയൻ വീര്യശല്യവിസ്ഫോർജിതബ്രുവാ. കുട്ടികളെ, ക്ഷണാർദ്ധേനാവിതുരയേ നാ സ്വർഗം നാ അപുനർഭവം ഭഗവൽ സംഗീതംഗസ്യ മർക്യാനാം ൂതാശിത. ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ എല്ലാ ആചാര്യന്മാരും എവിടെ ചെന്ന വ്യാഖ്യാനിക്കും. മഹാദേവൻ പറയാ, മതേതസുകളെ, ഒരു അരനിമിഷമെങ്കിലും കിട്ടുന്ന സത്സംഗം അത് വലിയൊരു നിധിയാണ്. അത് ഏതിനേക്കാളും ഏതിനൊക്കെ സ്വർഗത്തിനേക്കാളും പുനർജന്മം വേണ്ട എന്ന പ്രാർത്ഥനയെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ്. ഈ സത്സംഗത്തിലെ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ 7 ദിവസം കിട്ടിയിരുന്നാലുണ്ടല്ലോ, എന്തൊക്കെ നിധിയാണ് കിട്ടാൻ പോകുന്നത്. ആ നിധിയെ ഒരിക്കലും കളയരുതേ, അത് വാങ്ങിക്കോളൂ. അര നിമിഷമാണെങ്കിലും അഥാനഖംഗേതവ കീർത്തിരക്ഷയോ അന്തർബഹിസ്നാനവിദൂതവാത്മനം ഭൂതേഷു അനുക്രോശസുതത്വശീലനാം സ്യാൽസംഗമോനുഗ്രഹ ഏഷനസ്തവ നയസ്യ ചിത്തം ബഹിരക്തവിപ്ലവം തമോ ഗുഹായം ച വിശുദ്ധമാവിസൻ യൽഭക്തിയോഗാനുഗൃഹീതമഞ്ജസ പുനർവിചഷ്ടേ നനു തത്ര ദേഹിഗിരിം യത്രേദം വിദ്യതേ വിശ്വം വിശ്വസ്മിന്നവഭാരിയൽ തത്വം ബ്രഹ്മബലം ജ്യോതി ആകാശമിവ വിസ്തരം യോ മായയേദം ഗുരുരൂപയാസൃജൻ വിഭക്തിഭൂയക്ഷമയത്യ വിക്രിയ യൽ ഭേദബുദ്ധി സതിവാത്മദുസ്തയാ തമാത്മതന്ത്രം ഭഗവൻ പ്രദീമയേ ക്രിയാകലാവൈരിതമേവ യോഗിന ശ്രദ്ധാന്യുത സാധുയനം നിസിദ്ധയേ ഭൂതേന്ദ്രിയാന്തഃകരണോപരക്ഷിതം വേദേ ച തന്ത്രേ ച സ ഏവ ഗോവിദാ ത്വമേകാദ്യ പുരുഷസുപ്തശക്തി തയാ രജസത്വമോ വിഭിദ്യതേ മഹാനഹം ഖം മരുതാഗ്നിമർദ്ധരാ സുരർഷയോ പൂർവഗണാ ഇദം യദ സൃഷ്ടം സജജ്ഞേതമനുപ്രവിഷ്ടം ചതുർവിധം പുരമാത്മംസകേന അതോ വിദുസ്തം പുരുഷം സന്തമന്തർ ബൊങ്കേ ഹൃദീകർമ്മതു സാരഖംജാ സ ഏവ ലോകാനതിചണ്ഡവേഗോ വികർഷസിത്വം ഗരുകാലയാന ഭൂതാനി ഭൂതൈ അനുമേയ തത്വോ ധനാവലിർവായുലിവാവിഷയ്യ പ്രമത്തമുച്ചൈരതികൃത്യചിന്തയ പ്രവൃത്തലോകം വിഷയേഷുലാലസം ത്വമപ്രമത്ത സംസാവിപദ്യതേ ക്ഷുദ്രേരിഹാനോ യിരിവാകുമന്തക കത്വൽപദാബ്ദം വിജഹാരിമണ്ഡിതോ യസ്തേവ മാനവ്യയമാനകേതന വിസംഗയാത്മൽഗുരുരപ്തനിസ്മയൽ വിനോഭവത്തിം മനവശ്ചതുർദ